പടം ഓവറോൾ നന്നായിട്ടുണ്ട്. പക്ഷേ പലരും KGF ആയിട്ട് കമ്പയർ ഉണ്ട്. KGF കമ്പയർ എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഓവറോൾ പടം ഭയങ്കര രസമുണ്ട്. ഡബ്ബിങ്ങിലൊക്കെ ചില ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് ഡബ്ബിങ് നമുക്ക് അങ്ങനെ ഒരു ആ ഫീൽ കിട്ടിയിട്ടുണ്ട്, ഡെപ്ത് കിട്ടിയിട്ടില്ല. പക്ഷേ ഓവറോൾ പടം രസമുണ്ട്. പൃഥ്വിരാജ് പ്രഭാസ് കോംബോ ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും വെച്ചറിയില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്ക്രീൻ മൊത്തം നിറഞ്ഞു നിൽക്കുന്നുണ്ട് പടം ഓൾമോസ്റ്റ്. അത് എല്ലാവരെയും ടേസ്റ്റ് ഇതാണോ എന്ന് ചോദിച്ചറിയില്ല. കൂടുതൽ ഡ്രാമ ഇമോഷൻസ് നമ്മൾ വെച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. പക്ഷേ പടം കൊള്ളാം. ബാക്കി റിസൾട്ട് നമുക്ക് നോക്കാം. പൃഥ്വിരാജിന് ഇങ്ങനെ ഒരു വേഷത്തിൽ കിടപ്പുണ്ടായിരുന്നു. പൃഥ്വിരാജിന് ആ വേഷത്തിൽ കിടപ്പോൾ സന്തോഷമായി. കാരണം പടത്തിൽ റീച്ച് വേറെ ലെവലിലായിരിക്കും. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരാൾ ഈ ലെവൽ നിൽക്കുമ്പോഴത്തേക്കും എല്ലാ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അത് ഇനി സ്വപ്നം കാണാം. നമ്മളെ മലയാളത്തിൽ നിന്നും കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എത്തുന്നത് ഉറപ്പുണ്ട്. അപ്പോൾ ആ ഒരു ശ്രമം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. സ്ക്രീൻ സ്പേസ് ഇഷ്ടപ്പെട്ടു രണ്ടുപേരുടെയും. നല്ലൊരു എൻ്റർടൈനറാണ്. മാസ് പടമാണ്. ഞാൻ ഈ മാസ് ത്രില്ലേഴ്സ് കണ്ട് പഠിച്ചിരിക്കുകയാണ്. എന്നാലും നല്ല മാസ് ആക്ഷൻ മൂവിയാണ്. ലാഗൊന്നുമില്ല. അത് പ്രഭാസിൻ്റെ മൂവിയാണ്. പ്രഭാസിൻ്റെ തിരിച്ചുവരവാണ്. ബ്ലസ്റ്റഡ് വെച്ച് പോകില്ല. ആ നെറ്റ് മാത്രമേ കാണൂ. പൃഥ്വിരാജാണ് പ്രഭാസ് സ്കോർ ചെയ്തത്. ഇതിലാണ് അത്ര ഫസ്റ്റ് ഹാഫിന് കുറച്ച് മുമ്പേ വരുന്നത്. ഇതിലാണ് അത്ര തേച്ചില്ല. പ്രഭാസിൽ തന്നെ തേച്ച് പോകും. പക്കാ പ്രഭാസ് ഫിലിമാണ്. എങ്ങനെ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് വെയിറ്റ് ചെയ്യാനുണ്ട്. ഇത് ലാഗൊന്നുമില്ല. ഓൾറെഡി വയലൻസ് ബ്ലസ്റ്റഡ് കൂടുതല. ഭയങ്കര വയലൻസാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണോ? ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. പക്കാ മാസ് പടമാണ്. മാസ് പടം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഗംഭീരമായിട്ടുള്ള പടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു ഇച്ചിരി നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സിംഗുലർ ലൈനിലാണ് പോയത്. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൽ ഭയങ്കര ഡെപ്ത് വന്നു. കുറേ ഏൻഷ്യൻ ഹിസ്റ്ററികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കുറേ കൾച്ചറുകളുടെ ഒരു അക്യുമുലേഷൻ ഉണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ കണ്ട ഷോട്ട്സും ഉണ്ട്. അതിലും രസകരമായിട്ടുള്ള കുറച്ച് പ്ലേ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു ഇമോഷണൽ സാധനങ്ങളും കുറച്ച് കൾച്ചറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫോക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഗംഭീരമായിരുന്നു. പ്രഭാസിൻ്റെ പെർഫോമൻസാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പ്രശാന്ത് നീലിൻ്റെ ഡയറക്ഷനും ഗംഭീര പടമായിരുന്നു. ഒരു പടം കണ്ടിറങ്ങിയിട്ട് ഒരു സംതൃപ്തി കിട്ടിയില്ലെന്ന് പറയുന്നത് അതെനിക്ക് ശരിക്കും തോന്നി. ഒരു സംതൃപ്തി എനിക്ക് കിട്ടിയില്ല. അത് കഥ മനസ്സിലാവാത്തതാണെന്ന് അറിഞ്ഞൂടാ. എന്തോ ഒരു ഇതെനിക്ക് തോന്നി. പിന്നെ അതെ KGF ആ ഒരു ലെവലിൽ വരുമെന്ന് ഞാൻ വിചാരിച്ച. കാരണം മാസ് കുറച്ച് കയറി അത് രോമാഞ്ചം തന്നെ തീരുന്നില്ലേ. അങ്ങനെയൊക്കെ ഡയലോഗും കൊണ്ടൊക്കെ വരുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതിലെനിക്ക് അത്ര തോന്നിയില്ല. പിന്നെ ആക്ഷനൊക്കെ കൊള്ളാം. പക്ഷേ വയലൻസ് കുറച്ച് കൂടിപ്പോയോന്ന് ഡൗട്ടാണ്. കാരണം ക്ലൈമാക്സിലൊക്കെ ക്ലൈമാക്സിലൊക്കെ ഇത്രയും പട്ടാളക്കാരെ നിർത്തിയിട്ട് രണ്ടുപേര് സ്കോർ ചെയ്യണ രീതി വരുമ്പോൾ അതെന്തോ പോലെ എനിക്ക് തോന്നി. കാരണം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഖാൻസാർ എന്നൊരു വേൾഡ് ബിൽഡപ്പാണ് സല്ലാർ പാർട്ട് 1. പ്രശാന്ത് നീൽ ഖാൻസാർ എന്ന ലോകത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അവിടെ രണ്ട് ഫ്രണ്ട്സിൻ്റെ കഥയാണ് പറയുന്നത്. ഒന്ന് പൃഥ്വിരാജും നമ്മുടെ പ്രഭാസും. രണ്ടുപേരും പൊളിച്ചിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് ഫുൾ ഒബ്വിയസ്ലി പ്രഭാസിനായിരിക്കും. ബട്ട് പൃഥ്വിരാജ് സെക്കൻഡ് ഹാഫിന് ശേഷം അത് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക സ്വാഗ് ഉണ്ട്. ആൻഡ് സ്റ്റൈല് എല്ലാം പൊളിച്ചിട്ടുണ്ട്. പ്രഭാസിന് ബാഹുബലിക്ക് ശേഷം ഇത്രയും അടിപൊളിയായിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു ഗൂസ് ബംസ്. കാരണം കഴിഞ്ഞ 2-3 മൂവീസ് അറിയാം ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഓസം. പക്ഷേ എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്ത KGF എന്ന് പറഞ്ഞ മൂവിയുടെ ആ ഒരു ലെവലിൽ എനിക്ക് ഫീൽ ആയില്ല. BGMs ഒക്കെ നൈസായിരുന്നു. ബട്ട് എവിടെയൊക്കെ ഒരു മിസ്സിങ് തോന്നി. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ വേൾഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ നിരാശപ്പെടുത്തില്ല. തിയേറ്ററിൽ തന്നെ വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവിയാണ്. ഡോണ്ട് മിസ് ഇറ്റ്. കാരണം ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു മൂവിയാണ്. ഫോണിലോ OTTയിലോ കണ്ട വി വോണ്ട് ഗെറ്റ് ദ ഫീൽ. എന്തായാലും മസ്റ്റ് വാച്ച് മൂവിയാണ്. പെർഫോമൻസ് വൈസ് ആരുടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പൃഥ്വിരാജിൻ്റെ കുറച്ച് പിടിച്ചെടുത്തുന്ന റോളാണ്. ആദ്യം ചെയ്യാൻ പാടില്ലാത്ത ക്ലൈമാക്സ് ഒക്കെ പൃഥ്വിരാജ് അയച്ചു വിടുന്നത്. പക്ഷേ പ്രഭാസ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ അങ്ങോട്ട് അഴിഞ്ഞാടുകയാണ്. സോ ഒബ്വിയസ്ലി പ്രഭാസാണ് കൂടുതലും ചെയ്യണത്. ബട്ട് പേഴ്സണലി എനിക്ക് പൃഥ്വിരാജ് ഇഷ്ടപ്പെട്ടത്. പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പ്രശാന്ത് നീലിൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെ പടം എടുത്തേക്കണത്. അതായത് KGFൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെ പടം എടുത്തേക്കണം. പിന്നെ പ്രഭാസ് ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്ക് സെയിം ഇമ്പോർട്ടൻസാണ് പടത്തിലുള്ളത്. പിന്നെ ഇതൊരു ഫസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും പടം വേറെ ലെവലിലോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. KGFൻ്റെ മുകളിൽ നിൽക്കുമോ? KGFൻ്റെ മുകളിൽ നിൽക്കൂല എന്തായാലും. കാര്യം ഈ പടം KGF ഇറങ്ങുന്നതിന് മുമ്പാണ് ഇറങ്ങിയെങ്കിൽ നമുക്ക് ഈ പടം ഭയങ്കരമായിട്ട് തോന്നിയാണ്, ഭയങ്കര ഫീൽ ചെയ്താണ്. ഇതിപ്പോൾ KGF ഇറങ്ങിയ ശേഷം ഇറങ്ങിയതുകൊണ്ട് നമ്മളെപ്പോഴും ഈ പടത്തിന് KGF ആയിട്ട് കമ്പയർ ചെയ്യും. കാര്യം KGF അങ്ങനത്തെ ഒരു ലെവലിൽ നിൽക്കുന്ന പടമുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനാണെങ്കിൽ KGFൻ്റെ അത്ര വന്നില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു എബവ് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പോണത് ഈ പ്രശാന്തിൻ്റെ തന്നെ ഫസ്റ്റ് പടമായ ഉഗ്രത്തിൻ്റെ ആ ഒരു ഇതിലാണ് പോണത്.
അതേ ക്യാരക്ടേഴ്സും പ്രിമൈസസൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി ആ ഒരു രീതിയിലാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് പൃഥ്വിരാജ് പറഞ്ഞ പോലെ മറ്റേ ഒരു ഗെയിം ഓഫ് ത്രോൺസ് ആ ഒരു ഇതിനകത്തോട്ട് വന്നത്. അതായത് ഫാമിലീസിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് വാറ് കാര്യങ്ങളൊക്കെ അത് ബിൽഡ് ചെയ്ത് വന്നത്. ഇതൊരു സലാറിൻ്റെ വേൾഡ് എന്ന് പറഞ്ഞൊരു നല്ലൊരു വലിയൊരു വേൾഡാണ്. ആ വേൾഡ് ബിൽഡിങ് പ്രോപ്പറായി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഒരു മിഡിൽ പോർഷനിൽ ഭയങ്കര ബിൽഡപ്പ് ഇങ്ങനെ കൊടുത്ത് വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അത് എലിവേറ്റ് ചെയ്യണം. അതൊന്ന് ഫാസ്റ്റായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടിയാണ്. ഇച്ചിരി വൈകണമുണ്ട്, നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് അങ്ങനെ കിട്ടാനില്ല. പിന്നെ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കുള്ള സീക്വൻസ് ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. അൻപറിവിൻ്റെ ആക്ഷൻ സീക്വൻസ്, പിന്നെ ഇവരുടെ കോമ്പിനേഷൻ സീൻസ് വർക്കൗട്ട് ആയിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ആണെങ്കിലും നമ്മുടെ പ്രഭാസിൻ്റെ ആണെങ്കിലും. പിന്നെ പ്രഭാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ആദിപുരുഷ് രാധേശ്യാം സാഹോയൊക്കെ കണ്ടപ്പോൾ ഒരു അമ്മാവൻ പ്രഭാസമായിട്ടാണ് തോന്നിയേക്കണം. പക്ഷേ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും പ്രഭാസ് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ലുക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കോസ്റ്റ്യൂംസൊക്കെ ആപ്റ്റായിരുന്നു. ഉള്ള സ്വാഗൊക്കെ ഇതിനകത്ത് നന്നായി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ അതായത് ആ ഒരു വരവ് കാര്യങ്ങൾ പല ഷോട്ടും പ്രഭാസിന് വേണ്ടി വെച്ചേക്കണൊക്കെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ടിരിക്കാൻ വേണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ സെക്കൻഡ് പാർട്ട് കൂടി കണ്ടാലേ നമുക്ക് ആ ഒരു പ്രോപ്പർ സംഭവം അങ്ങോട്ട് കിട്ടുള്ളൂ. കാരണം അതിനകത്തോട്ടുള്ളൊരു ബിൽഡപ്പാണ് ഈ ഫസ്റ്റ് പാർട്ട് ചെയ്തേക്കുന്നത്. സെക്കൻഡ് പാർട്ടിലോട്ടുള്ള എക്സൈറ്റ്മെന്റ് ത്രില്ലടിപ്പിക്കുന്നതെല്ലാം ഉണ്ടോ? ത്രില്ലടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ പോസ്റ്റ് ക്രെഡിറ്റ് സീനൊന്നും കണ്ടില്ല. സെക്കൻഡ് പാർട്ട് കാണാൻ താല്പര്യമുണ്ട്. കാരണം ആ ഒരു രീതിയിലാണ് ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് കൊടുക്കാറുണ്ടെന്ന് തോന്നിയായിരുന്നു. ഓവറോൾ തിയേറ്ററിൽ കാണാൻ പറ്റിയ പടമാണ്. ആക്ഷനൊക്കെ കൊള്ളാം. പിന്നെ ഇതിൻ്റെ കളർ ഗ്രേഡിങ് VFX ഒക്കെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. ആർട്ട് വർക്കൊക്കെ നല്ലതായിരുന്നു ഈ സലാറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവൽ ബ്ലോക്കൊക്കെ അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഉഗ്രത്തിൻ്റെ ആ ഒരു രീതി ഇങ്ങനെ വന്നാണ് അത് ഇൻ്റർവൽ ബ്ലോക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യണം. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ കൊള്ളാം. പിന്നെ ആ ഒരു മിഡിൽ പോർഷൻ്റെ ആ ഒരു ഇതങ്ങാട് ഒന്ന് കുറക്കാറ് വേഗം ഒന്ന് എലിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയും നല്ലത്.